അങ്ങനെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടിയില്ലേ? ഇനിയെല്ലാം ഞങ്ങൾക്ക് ചെലവ് വേണം കേട്ടോ. അതെ, രണ്ടെണ്ണത്തിനും ഏതു നേരം തീറ്റക്കാരി മാത്രം പറയാൻ അറിയുള്ളൂ. വേറെ ഒന്നും നിങ്ങളുടെ വായന ഇതുവരെ കേട്ടിട്ടില്ല. കൊള്ളാടി കൊള്ളാടി, നീ തന്നെ ഇതൊക്കെ പറയണം കേട്ടോ. നീ നിന്റെ സിദ്ധുവിനോട് പോയി പറയാടി, അവനാണെങ്കിൽ നിനക്കെല്ലാം മേടിച്ചു തരുകയും ചെയ്യും. മോളിതാ പറയുന്നത് അവളുടെ നിന്ന് മേടിക്കാനായിട്ട്. മിണ്ടായി. ഞാൻ വീട്ടിൽ പോയാലോന്ന് ആലോചിക്കുന്നുണ്ട്. ആടി നീ പൊക്കോ, ഇവിടെ വെറുതെ നിൽക്കണ്ട. ശരിയാ, പൊക്കോ. നീ ഇവിടെ നിന്ന് മറ്റുള്ളവർക്കൂടെ ശല്യം ഉണ്ടാക്കണ്ട. ശവങ്ങൾ എന്തൊരു സാധനമാടി. ആടി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു. എന്നാ? നമ്മുടെ മറ്റേ സ്നേഹയില്ലേ? നമ്മുടെ ഏത് മറ്റേ സ്നേഹ? എടി മറ്റേ ആ എല്ലും കൊലിപ്പെണ്ണ്. ഇവളത് ആദ്യകാര്യമാണ് പറയണേ, നിനക്കറിയോ? എടി അവള് മറ്റേ ഇങ്ങനെ നടക്കുന്ന പെണ്ണ്. അവള്? നീ ഇത് ആരാന്ന് പറഞ്ഞിട്ടാണോ അവളെന്ന് ചോദിച്ചോണ്ടിരിക്കണേ? എടി മറ്റേ സ്നേഹ PS. അവൾക്കെന്നാ? എന്താ കാര്യം ഒന്ന് പറ പെണ്ണേ. അവളെ ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ പോണ വഴിക്ക് കണ്ടു. അതിന്? ഇങ്ങ് വന്നേ. നീ പൊക്കോ, ഞാൻ വരാം. വരാൻ പറഞ്ഞാ വന്നാ മതി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതാ വിളിക്കുന്നത്. എന്താ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ പറഞ്ഞില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഋതുവാ. എടാ, ഞാൻ നിന്നോട് തന്നെ. ചെല്ലടി, അവൻ നിന്നെ വിളിക്കുന്നല്ല, വല്ല അത്യാവശ്യ കാര്യമായിരിക്കും. അതെ, നീ അവളെ പറഞ്ഞു വിടണമെന്നില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആനാടി അവൻ അങ്ങനെ പറഞ്ഞേ? ഋതു നീ ഇങ്ങ് വന്നേ. വരണം. ഹലോ ഗൈസ്, എന്താണ് ഇവിടെ എല്ലാവരും കൂടെ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇവിടെ കുത്തിയിരിപ്പ് തന്നെ. എന്നാ ഞാനും കൂട്ടിന് കുത്തിയിരിക്കട്ടെ. ഓഫ് കോഴ്സ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും ഞാൻ രണ്ടെണ്ണത്തിനെ ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ എന്നെ കളിയാക്കുന്ന. ആലിസേ നീ ഇങ്ങ് വന്നേ, എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നടുത്ത് പറയാനുണ്ട്. ചെല്ലടി ദേ അവൻ വിളിക്കുന്ന. അവള് മാത്രല്ല, നിന്നോടും കൂടെ ഇങ്ങോട്ട് വാ രണ്ടുപേരും. അല്ല ഞാൻ വരണോ? ദേവിക ഒറ്റയ്ക്കാവില്ലേ? അവൾ ഇത്ര നേരം ഒറ്റയ്ക്ക് ഇരുന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല, കുഞ്ഞു കൊച്ചൊന്നുമല്ലല്ലോ. രണ്ടും ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇവർക്കെല്ലാവർക്കും എന്നാ പറ്റി? വെറുതെ എന്റെ മെക്കിട്ട് കയറിയിട്ട് പോണേ എന്തിനാ? ഇവിടെ വന്ന് വായി പൊളിച്ച് നോക്കിയേക്കാനാണ് അത്യാവശ്യ കാര്യം ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നത്. കുറച്ചേരം ഇവിടെ നിക്ക് പോന്ന. നീ അത്യാവശ്യ കാര്യമുണ്ടെന്നും പറഞ്ഞു പോയ ആൾക്കാർ ഇതാ രണ്ടും കൂടെ നിക്കുന്ന അവിടെ. ആ അത്യാവശ്യ കാര്യത്തിൽ നമ്മളും കൂടെ ഉണ്ട്. നീ എന്തോന്നൊക്കെയാടാ വിളിച്ച് പറയുന്നേ? എല്ലാം നമുക്ക് അർജുൻ പറഞ്ഞു തരും എന്താന്ന് വെച്ചാ. അപ്പൊ പിന്നെ എന്താ ദേവികേനെ കൂട്ടാത്തെ? ശരിയാ. അല്ല സിദ്ധാർത്ഥ് എന്തി? എന്നാലും എല്ലാവർക്കും ഒരുമിച്ച് എങ്ങനെ അത്യാവശ്യം വന്ന് ഇവരെങ്ങടെ എല്ലാവരും കൂടെ ഇരിച്ച് പോയേക്കണേ? എന്തോ ബോറടിച്ചിട്ട് വയ്യ. ഓയ് ദേവൂട്ടി. എന്നാലും ഈ സാധനങ്ങളൊക്കെ എപ്പോ വരും എന്തോ? എന്റെ പൊന്നതേമേ, പണ്ടാരത്തിനെ ചെവിയും കേക്കത്തില്ല ഇപ്പൊ. ഓയ് എന്താണ് ദേവൂട്ടി ഇവിടെ വന്ന് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നെ? കാണാത്തവരെ അഭിനയിക്കൊന്നും വേണ്ട. നീ കണ്ടു നമുക്ക് രണ്ടുപേർക്കും അറിയാം. ഇനിയിപ്പോ എന്താവാ വേണ്ടത്? ഞാൻ കണ്ടിരുന്നു. എന്ത് വീഡിയോ? ഞാൻ കണ്ടിരുന്നു. എന്ത് വീഡിയോ? നിന്റെ ഡാൻസ്. എന്റെ പൊന്നു, അതുങ്ങൾ എപ്പോ വരും എന്തോ? അവരിഞ്ഞു വരാൻ ഒരുപാട് നേരം എടുക്കും. അവരെല്ലാരും കൂടെ ഒരു സ്ഥലം വരെ പോയേക്കാം. നീ ഇന്ന് ഒറ്റയ്ക്കായിരിക്കും. ഓഹോ, എന്നാ ഞാൻ അതങ്ങ് സഹിച്ചു. ഞാനും പോവാനിരുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും നീ ഒറ്റയ്ക്കല്ലേ, അപ്പൊ നിനക്ക് കൂട്ടിരിക്കാന്ന് വിചാരിച്ച പോവാതിരുന്നേ. അയ്യോ, എന്തിനായിരുന്നു? പൊക്കോളാൻ പാടില്ലായിരുന്നു. പെണ്ണ ഇങ്ങനെ ആവല്ലേ നീ. ആൾക്കാരെ കിട്ടാൻ എന്താല്ലേ കുറവ്? ഏയ് അങ്ങോട്ടേക്ക് പോണ്ട. നിനക്കൊരു കാര്യം അറിയോ? എന്താ? എനിക്ക് തന്നെ ഇഷ്ടാന്നുള്ള കാര്യം നിനക്കറിയാവോ? അറിയാ. ശരിക്കും? ആന്ന്. എന്നിട്ടാണ് പെണ്ണു ഒന്നും അറിയില്ലാത്തോലെ എത്ര നാളെ നടന്നോണ്ടിരുന്നേ. വയ്യേ നിനക്ക്? ദേവു, ഐ ലവ് യു. വേറൊന്നും നിനക്ക് പറയാനില്ല? ഞാൻ ഇതിലിപ്പോ എന്ത് പറയാനാ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാന്ന് പറയണം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. ഓ, എന്നാ ഇഷ്ടമല്ല. എന്താ ദേവു അങ്ങനെ ഒരു പറച്ചില്? തമാശ എന്നോർത്ത് വിചാരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ദേവിക, നീ ഇതിനെ വെറുതെ കള്ളം പറയുന്നേ? നിനക്കങ്ങനെ തോന്നിയെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. എനിക്ക് തോന്നിയതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. എല്ലാം പൊളിഞ്ഞടാ, പൊട്ടിപ്പാളീസായി. എങ്ങനെ അപ്പൊ ഞങ്ങളെല്ലാം ചെയ്തു തന്നതൊക്കെ വേസ്റ്റായി? എനിക്ക് ഇവന്റെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ തോന്നി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പണി കിട്ടുമെന്ന്. അല്ല, ഞാനൊരു പ്ലാൻ പറഞ്ഞു തരട്ടെ? എന്തുവാ? പറഞ്ഞു കഴിഞ്ഞാൽ തല്ലരുത്. എന്താണേലും നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ചെറിയ മതില, ഇവനെന്തായാലും ചാടാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നിന്ന് തള്ളി തരാം, നീ അങ്ങ് ചാടിക്കോ. ഒറ്റോട് ഇതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ചാടാം. നമ്മളോ? ഒറ്റയ്ക്ക് അങ്ങ് ചാടിയാ മതി, വേണമെങ്കിൽ ഇവനെ പിടിച്ചോണ്ട് വന്നു പറയും. ഇതുവല്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയോ അവള്. ഞാനില്ല, എന്റെ പ്ലാനിൽ ഞാൻ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ആ പ്ലാൻ പൊളിയും. അതുകൊണ്ട് നീ തന്നെ പോയാ മതി. സിദ്ധുവിനെ തന്നെ വേണമെന്ന് സേഫ് ആണെന്ന് എനിക്ക് തോന്നല്ലോ. ഇവൻ നല്ല ഫിറ്റാ. ഈ തണ്ടി കുടിച്ചിട്ടില്ലായിരിക്കും ഇതിനെങ്കിലും പറഞ്ഞുവിടായിരുന്നു. ഇതിപ്പോ രണ്ടുപേരും നല്ല പൂസായി നിൽക്കാം. എന്താ ചെയ്യാ?
ഞാൻ ഒറ്റയ്ക്ക് ചാടും, എനിക്ക് ആരുടെ ആവശ്യമില്ല. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഈശോ, ഏതകത്ത് പോയി എന്തൊക്കെ കാണിച്ചു കൂട്ടുകയെന്തോ. അവനകത്ത് കയറും, അവളെ പോക്കുകയും ചെയ്യും. യെസ്, നമ്മൾ പവർ വരാൻ വേണ്ടിയാണ് കുടിക്കണത്. എന്റെ പൊന്നു മോനെ, അവിടെ ചെന്നിട്ട് അവളെ പൊക്കിക്കൊണ്ട് വരാനല്ല, അവളോട് പോയി സംസാരിക്കാനായിട്ടാ എന്നും പറഞ്ഞ് അവനെ കുടിപ്പിക്കണ്ടായിരുന്നു. കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കുടിച്ചാലേ മനസ്സിലുള്ളതൊക്കെ പുറത്തു വരുള്ളൂ. അതേ പ്ലാനിന്റെ ഒരു ഭാഗ. അപ്പൊ നീ എന്തിനാ കുടിച്ചത്? അത് പിന്നെ അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ, അപ്പൊ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ എന്താന്ന് വെച്ചാ കാണിക്ക. ഞാനും അഭിനെ ആദ്യമേ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ബൈ ഗൈസ്, ഞാൻ പോയേച്ചും വരാം. കർത്താവേ, കാത്തോളനെ ചെറുക്കണം. ദേവുട്ടി, സിദ്ധു, ബാക്കിയുള്ളവർ എനിക്ക് നമ്മുടെ ലക്ഷ്യം ദേവുട്ടിയാണ്. അവളെവിടെയത്? വാലൊക്കെ തുറന്നിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങുക എന്റെ കുട്ടി. ദേവു, ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ, ദേ നിന്റെ സിദ്ധു വന്നാണ്. യെസ് മൈ ഡാർലിംഗ്. നീ എന്താണ് പട്ടി ഇവിടെ? ഞാനിവിടെ എന്റെ ദേവുട്ടീനെ കാണാനായിട്ട് വന്നതാ. പിന്നെ പാതിരാത്രിയാണ് എന്നെ കാണാനായിട്ട് എന്റെ വീട്ടിട്ട് വരുന്നേ? പിന്നല്ലാതെ, നീ എന്റെ വീട്ടിട്ട് വരായിരുന്നു. ഇത് മൊത്തം അമ്മാരോ പ്ലാനാ, എന്നെ ചീത്ത പറയല്ലേ. അപ്പൊ നീ ഒറ്റയ്ക്കല്ലേ? നോ, എന്റെ ഫ്രണ്ട്സും എന്റെ കൂടെ ഉണ്ട്. ആരവ്, അർജുൻ, എവിൻ, ഇവരൊക്കെ പുറത്തുണ്ട്. ഒന്ന് ഇറങ്ങി പോവോ? നോ, ഞാൻ പോവില്ല. നീ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ ദുഷ്ടി. മുഖത്ത് നോക്കി കാര്യം പറയുമ്പോ വീട്ടിൽ കയറി വരല നിന്റെ രീതി? ബിക്കോസ് നീ എന്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറഞ്ഞു. പച്ചക്കള്ളം, ദുഷ്ടി. ഞാൻ എന്ത് കള്ളം പറഞ്ഞു? ഞാനുള്ള കാര്യം മുഖത്തേക്ക് പറഞ്ഞെന്നുള്ളൂ. കളി, വെറും കളി. നിന്റെ സിദ്ധുവിളി ഞാൻ എത്ര മിസ് ചെയ്യണ്ടെന്ന് അറിയൂടി എന്റെ ദേവുട്ടി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് പൊട്ടാ? നിനക്ക് സിദ്ധു എന്ന് വിളിക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ നീ വിളിക്കണല്ലോ സിദ്ധു. എങ്ങനെയാടി? എന്ത്? അല്ല, നീ എങ്ങനെയോ സിദ്ധു എന്ന് വിളിക്കില്ല, അത് എങ്ങനെയാടി ഒന്ന് വിളിച്ചേ? നീ നട്ടാപതിരെ വിളി കേൾക്കാനായിട്ടാണോ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയേ? യെസ്, ബിക്കോസ് ഐ മിസ് ദം ലോട്ട്. എന്റെ ദൈവമേ, ഇതിനെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവോ എന്തോ. ഞാൻ ഇവിടെ നിന്ന് പോവില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഞാൻ ഇവിടെ കിടന്നോളാം. ഓ ശരി, എന്നാ മോൻ ഇവിടെ കിടന്നോട്ടാ. അപ്പൊ ശരി ദേവുട്ടി, ഗുഡ് നൈറ്റ്. കൊണ്ട് അയ്യോ, അപ്പൊ നീ പറഞ്ഞു കിടന്നോളാം. പിന്നെ നിനക്ക് വീടില്ല തല ഇവിടെ വന്ന് കിടക്കുന്നത്. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ പോവാൻ നോക്ക്. എങ്ങനെ ക്രൂവൽ ആവല്ലേ ദേവുട്ടി, പ്ലീസ്. പിന്നെ നിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നീ ഒന്നാമത് കുടിച്ചിട്ടൂടെ ഉണ്ട്. ഫസ്റ്റ് ഇതിന്റെ കൂടെ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇറങ്ങി പോടാ. സോറി, ഞാൻ അറിഞ്ഞോണ്ടല്ല, പറ്റിപ്പോയി. അതിനു മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞേ? എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞല്ലേ, സങ്കടായി, ഭയങ്കര സങ്കടായി. കയ്യിലിരിപ്പിന്റെ അല്ലേ, സാരല്ല, സഹിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഫ്രണ്ട്സിനെ കൂട്ടി വന്നിട്ട് സഹിച്ചോളാനാ? നിന്റെ ഫ്രണ്ട്സ്. എനിക്ക് ആ വാനരന്മാരെ ആദ്യം കാണേണ്ടത്. അയ്യോ, കാണോ? ഞാൻ വിളിക്കാം, അവന്മാര് പുറത്തേക്കുണ്ട്. അയ്യോ വേണ്ട, ഞാൻ നിന്നെ അങ്ങടേക്ക് ആക്കി തരാം. നീ എന്നെ ഇഷ്ടമെന്ന് പറയണ, ഞാനും ഇവിടുന്ന് പോവൂല. അത് ഞാൻ നിനക്ക് ഇത്തിരി ബോധവും വെളിവുള്ള സമയത്ത് പറയാം. ഇപ്പൊ പോ നോക്ക്. ഇപ്പൊ പറ ദേവുട്ടി. സിദ്ധു, ഒന്ന് പോടാ നീ. ഞാൻ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞ ഞാൻ ഇപ്പൊ പോവും. സിദ്ധു, പറ. അത് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പറ പ്ലീസ്. ഓ ഇതിപ്പോ എന്ത്? ഐ ലവ് യു. ഒരു പ്രാവശ്യം. ഐ ലവ് യു സിദ്ധു, പോരെ? ഒരു പ്രാവശ്യം പ്ലീസ്. ഓ ഐ ലവ് യു, പോരെ? ഓ ഐ ലവ് യു ടു. വേണ്ട, ആ വായ കൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. അപ്പൊ ഓക്കെ, ബൈ ദേവുട്ടി. നിക്ക്, ഞാൻ അവിടെ വരെ കൊണ്ടുവന്നാക്കിട്ട് പോവാം. 4 കാലുകൾ നടന്നു വരുന്നു. ഇന്നാ പിടിക്ക്. മേലാൻ ഈ സാധനത്തിനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ആനവിടെ വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. പിന്നല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അടങ്ങി ഒതുങ്ങി ആ കട്ടിൽ കയറി കിടക്കുമായിരുന്നു. ഞാൻ അപ്പോഴേ തിണ്ടികളോടൊക്കെ പറഞ്ഞതാ വേണ്ട എന്ന്. എന്നിട്ട് എവിടെ അനുസരിക്കണ്ടേ? നിനക്കൊക്കെ എന്നാത്തെന്റെ സൂക്കേടായിരുന്നു. ഞങ്ങളല്ലടി, ആരോ പറഞ്ഞിട്ട് അവൻ തന്നെ പോയതാ. ഞങ്ങള് വേണ്ടാന്ന് ഇവനോട് 100 പ്രാവശ്യം പറഞ്ഞിട്ട് അവൻ സ്വയം പോയതാ മോളെ. ഋതു ആലിസ് അറിഞ്ഞിട്ടുള്ളതാണോ ഈ പരിപാടിയൊക്കെ? ആണോ? എന്നാ നാളെ 2 കൂടെ മേടിക്കാനായിട്ട് നോക്കി നിന്നു. പൊന്നു മോളെ, അവളോടൊന്നും പോയി പറഞ്ഞേക്കില്ല. ആലിസിനെ നിനക്ക് അറിയാവുന്നതല്ലേ. എടി ആകെയുള്ളൊരു പെങ്ങളല്ലേ എടി, നീ ചേട്ടന്റെ ജീവിതം കളയണ എന്തിനാ? നിനക്ക് ആകെയുള്ളൊരു പെങ്ങളോ? ഏത് വകയല്ല നീ എന്റെ ചേട്ടനാവുന്നേ?
അല്ലെങ്കിൽ അങ്ങനെയാണെന്നെങ്കിലും വിചാരിച്ചു നീ ഒന്നും പറയാണ്ടിരിക്കൂ. ആ ഇപ്പൊ പോ, ദേ ഈ സാധനത്തിന് എടുത്തോണ്ട് പോവാൻ നോക്ക്. വീട്ടിൽ ആൾക്കാര് വന്നിട്ട് ഒരു ചായ പോലും തന്നില്ല. ഒട്ടും മനസ്സില്ല നിനക്ക്, തീരെയില്ല. ഇനി ഇവിടെ നിന്ന അവനകത്തൊരു സാധനം തന്നിട്ടുണ്ട്, അത് ഞാൻ തിരിച്ച് കവറിലാക്കി തരും. എന്തുവാ, ഉമ്മയാ? ഏയ്, ഉമ്മ എങ്ങനെയാടാ കവറിലാക്കി തരിക? ഇനിയല്ല അവിടെ നിന്ന അവന്റെ ഛർദിൽ കോരിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഐഷ്, ചരക്കൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ബാടാ പോവാ, അല്ലെങ്കിൽ ഛർദില് വരേണ്ടി വരും. പാതിരാത്രി എനിക്ക് അവിടെ അടിച്ചു വരലും തുടച്ചിടലുമായിരുന്നു പണി. സ്നേഹം കൊണ്ടല്ലേ അടി, ക്ഷമിക്ക്. പിന്നെ സ്നേഹിക്കുമ്പോ ഛർദിച്ചിട്ട് വരാലേണേ. എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നല്ലേ, മതില് ചാടിയതും കുടിച്ചതും ഛർദിച്ചതും. ഇപ്പൊ നിന്നെ രാത്രി ആരെങ്കിലും കണ്ടായിരുന്നെങ്കിലോ? കണ്ടാലിപ്പൊ എന്തുവാ? ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണാലോചന വരൂ. എന്താന്ന്? ആ മോൾ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഞാനുണ്ടല്ലോ അത് മതി. നീ ഉണ്ടെന്നും പറഞ്ഞ എനിക്ക് വേറെ ചെറുക്കന്മാരെ ഒന്നും നോക്കിക്കൂടാ? എന്ത് കാര്യത്തിന്? ഞാനുണ്ടല്ലോ. നോക്കിയിരിക്കാനൊക്കെ കൊള്ളാം, പക്ഷെ സ്വഭാവം. ദേവു, ഐ ലവ് യു. എന്തുവാടാ? ഇതേ സിദ്ധു, മാറിക്കേ നീ. വിടടാ പ്ലീസ് ദേവു, കുറച്ച് നേരോടെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഹലോ ഗൈസ്, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഡാ വെറുതെ ഇരുന്ന് അതുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, നീ വേറെ വല്ല വഴിക്കും പോ. ഓ ശരി, എന്നാ നമുക്ക് കുറച്ചേരം വർത്താനം പറഞ്ഞിരിക്കാം. അർജുനെ, ഞാൻ നിന്നെ കൊറേ നേരെ കിടന്ന് വിളിക്കണേ, നീ എന്നെ എടുക്ക അവിടെ. ഓ എന്റെ പൊന്നു മോളെ പേടിപ്പിച്ചല്ലോ, ഞാൻ ദാ വരണം, ഞാൻ എങ്ങ് പോവില്ല. എടാ എന്നെ ഋതു വിളിക്കണേ, ഞാൻ പോട്ടെ, അല്ലെങ്കിൽ അവളെന്നെ തിന്നും. പൊന്നേ, ഇതാ ചേട്ടൻ വരുന്നു. പോടാ പട്ടി, ഞാൻ വിളിച്ചത് എനിക്ക് വരാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അച്ചോ, അങ്ങനെ പറഞ്ഞോടാ, ഞാൻ വരുന്നതേ. ആയിഷ്, ഇതെന്താണിത്? എടി ഒന്നും മിണ്ടടി, ഞാൻ എന്തുവാ നിന്നോട് ചെയ്തേ, അതെങ്കിലും പറ. നിനക്ക് ഞാൻ ഫോൺ വിളിക്കുമ്പോ മാത്രം എടുക്കാൻ പറ്റില്ല, വേറെ ആര് വിളിച്ചാലും എടുക്കുന്നുണ്ടല്ലോ കൃത്യസമയത്ത്. എന്റെ പൊന്നു മോളെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറൊരു കോളിലായിരുന്നു, അതിന്റെ ഇടയ്ക്ക് നിന്റെ കോള് ഞാൻ എങ്ങനെ എടുക്കാനാ? അതാണ് എനിക്ക് അറിയേണ്ടത്. എന്റെ കോള് പോലും എടുക്കാൻ പറ്റില്ലാണ്ട് നീ വിളിച്ചോണ്ടിരുന്ന പെണ്ണ് ആര്? എന്റെ പൊന്നു മോളെ, നാട്ടിൽ നിന്ന് അമ്മച്ചി വിളിച്ചതാണ്, എനിക്ക് അതിന്റെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് നിന്റെ കോൾ എടുക്കാൻ പറ്റുമോ? പിന്നെ അമ്മച്ചി പോലും. എനിക്കറിയാം നിന്നെ, ഏത് പെണ്ണിനെ വിളിച്ചോണ്ടിരുന്ന മര്യാദക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ആ കോള് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാതിരുന്നെന്താ? എടി സത്യമായിട്ടും ഞാൻ ഓർത്തില്ല, ഞാൻ കോള് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ കിടന്നുറങ്ങുക ചെയ്തേ. നീ ഓർക്കൂല, എന്റെ കാര്യം പറയാൻ മാത്രം നിനക്ക് ഒരു ഓർമ്മയില്ല, ഒന്നും ഉണ്ടാവില്ല. എടി എന്റെ പൊന്നു മോളെ, അങ്ങനെ ഒന്നും അല്ലടി, ഞാൻ ഉറങ്ങിപ്പോയി, എനിക്കൊന്ന് ഉറങ്ങിയെങ്കിലും ചെയ്തൂടെ? ശരിയെന്നാ, നിനക്ക് എന്നേക്കാൾ വലുത് നിന്റെ ഉറക്കമാണല്ലോ. ലെറ്റ്സ് ബ്രേക്കപ്പ്, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനി എന്നെ നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, നമ്മൾ തമ്മിൽ മിണ്ടു പോലും ഇല്ല, ഞാൻ നിന്റെ പുറകെ വരുമില്ല. എടി എന്റെ പൊന്നു ആലിസല്ലേടി. ആയിഷ്, ഇതെന്താണ് ഇതൊക്കെ ഇങ്ങനെ? വേണ്ടടാ, നീ വേണി അവളുടെ കൂടെ പൊക്കോ, എന്റെ പുറകെ ഇനി വരാൻ നിക്കണ്ട. എന്റെ പൊന്നു, അതിന് അവൾ ആരെ? ഞാൻ ചുമ്മാ പറഞ്ഞതാ പെണ്ണെ. എനിക്കല്ല മനസ്സിലാട കാട്ടുകൂടി, ഞാൻ പോയ സമയം കൊണ്ട് അവൻ വേറെ തെരി പുറകെ പോയല്ലേ. ഞാനൊന്ന് ഒരു മാസം മിണ്ടാതായപ്പോ നീ വേറെ ആളെ തപ്പിപ്പോയി. ആയിഷ്, ഇതെന്താണ്? പിന്നെ ഇവരെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സിംഗിൾ ലൈഫാണ് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ ചില സമയത്ത് അടികൂടാൻ പോലും ആരുമില്ലല്ലോ എന്ന് ഓർത്തിട്ടും എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇതാണ് നല്ലത്, വേറെ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇതിപ്പോ ഇങ്ങോടെ തീരുന്നില്ല, നമുക്ക് രണ്ടുപേരുടെ അടുത്തും കൂടെ പോയിട്ട് വരാം. വെക്കടാ ചേർക്കാൻ. ഇത് വേണോടേ? അതെ, ഞാൻ പറയണ അങ്ങോട്ട് അനുസരിച്ചാ മതി. ഞാനിത് വെച്ചോണ്ട് നടക്കണ ആരെങ്കിലും കണ്ട എന്റെ മാനം പോടി. എന്റെ മുത്തല്ലേ, എനിക്ക് വേണ്ടി പ്ലീസ് ദാ. ഇത് എത്ര നാണം കിട്ട പരിപാടിയാന്ന് അറിയോ? ആരെങ്കിലും എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാ? ആയിഷ്, ഒരു ഹെയർ ബാൻഡ് വെക്കുന്നതിൽ ഇത്ര വലിയ നാണക്കേടൊന്നുമില്ല, നീ ഒന്ന് വെക്കടാ, ഒരു ഫോട്ടോ, ദാറ്റ്സ് ഇറ്റ്. എന്റെ ചക്കരയല്ലേടി, വേണോ ഇതൊക്കെ? നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എനിക്ക് ഇതിന്റെ ഇത് ചെയ്യും. എന്നാ ഒറ്റ വരണം, അതിൽ കൂടുതൽ പാടില്ല. ഓക്കെ, ഡീൽ. എങ്ങനെയുണ്ട്? കൊള്ളാവും, എനിക്കറിയാം നല്ലതെന്ന്. എന്നാലും എന്നെ രസമാണോ നിന്നെ കാണാനായിട്ട്? എനിക്കറിയാല്ലേലും. ദാ കഴിഞ്ഞ്. മതി. മതി, എനിക്ക് മതി. എന്നതാ വേണ്ടേ നിനക്ക്? എന്ത്? അല്ല, നിന്റെ നോട്ടത്തിലും പറച്ചിലും ഒക്കെ എന്തോ ഒരു വ്യത്യാസം. ഒന്നുമില്ല. പിന്നെ നീ നമ്മുടെ കാര്യം വീട്ടിൽ പറയോ? ഇല്ല. ഓഹോ, എന്നാ ശരി. ഞാൻ ചുമ്മാ അറിഞ്ഞോ? അയ്യോ, അത് സാരമില്ല, ഞാൻ സീരിയസ് ആക്കി എടുത്തോളാം. എന്തുവാ? ഞാൻ പോവാ, ഞാൻ വീട്ടിൽ പോവാ. എന്നാ പോക്കും, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാ എന്നെ ഒന്ന് കൊണ്ടുവന്നാക്ക്. അയ്യോ, അത് വേണ്ട, തന്നെ പോയാ മതി അങ്ങോട്ട്. ആടാ, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കട്ടെ, അന്നേരം കാണിച്ചുതരാം. എനിക്ക് നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് നീ എന്തായാലും പൊക്കോ. ശരി എന്നാ, ഞാനിവിടെ ആർക്കൊരു ശല്യമായിട്ട് നിക്കണില്ലേ. പട്ടിത്തണി നിറച്ചറ്റ. എന്റെ തന്ത. ഇനി കുറച്ചേരം മോന്തെ അങ്ങനെ കുത്തിയുറപ്പിച്ചോണ്ടിരിക്കും.
ചുമ്മാതൊന്നുമല്ലല്ലോ, നിന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയല്ലേ. എന്റെ പൊന്നു കല്ലു, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, നിനക്ക് കടിക്കണ്ടോ? കടി നിന്റെ മറ്റോക്ക്. അതെ അതെ, വയ്യേ നിനക്ക്? എനിക്ക് മാത്രം ഒരു പൊട്ടനെ കിട്ടി, ഒരു ഉപകാരമില്ലാത്ത ജന്തു. ഞാൻ എന്താണ് എന്റെ ഡാർലിങ്ങിന് വേണ്ടി ചെയ്യേണ്ടത്? അയ്യോ, ആരുടെ ഔദാര്യം ഒന്നും വേണ്ട, ഞാൻ തന്നെ എന്റെ കാര്യം നോക്കിക്കോളാം. ഇതും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴാണ് അവിടെ മരുന്നടിച്ച് കിടന്നത്, ഓർക്കണ്ടോ മോള്? ഒരു വീഴ്ച കൊണ്ട് പഠിക്കണതല്ല ഞാൻ. അത് തന്നെ, മണ്ടത്തരം എന്തായാലും കൂടപ്പിറപ്പായി പോയില്ലേ, ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ച, മാറിപ്പോയതാ. എങ്ങനെയാണെങ്കിലും കാര്യം തന്നെ നീ പറഞ്ഞ. നീ ഏത് സമയവും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. കല്ലു, ഞാൻ നിന്റെ കയ്യിലിരിപ്പ് അനുസരിച്ചാ പെരുമാറുന്നെ. നോക്കണ്ട. എന്നതാടി കൊച്ചേ നിനക്ക്? എടി ഇതേടി, അത് നിന്റെ ചേട്ടനല്ലേ? എടാ പോടാന്ന്, എന്റെ ചേട്ടൻ എന്നെ ഇവിടെ വരാനാ. അങ്ങനെ രാവിലെ തന്നെ ഓഫീസിൽ പോകാന്നും പറഞ്ഞു പോകും. അന്ന പുള്ളീനെ ജോലിന്ന് പിരിച്ചിട്ടുണ്ട, ദാ നിക്കണ്. ദേടാ, അത് നിന്റെ അനീതിയല്ലേ? ഓ പിന്നെ, അവളെങ്ങനെ ഇവിടെ വരാനാ? നീ വെറുതെ മൂട് കളയത്. അല്ലടാ, അത് ഋതുവാ. എനിക്ക് ഉറപ്പാ, ഒരു ചെറുക്കനുണ്ട്. ദേ അങ്ങോട്ട് നോക്ക്. അയ്യോ, അവള് കണ്ട പ്രശ്നം, ഞാൻ നിന്റെ പുറകിൽ നിക്കാം. ഐശേ, നാണോ ഇല്ലല്ലോ, അങ്ങ് മുമ്പിട്ട് നിക്കട ചെറുക്ക. ഏട്ടൻ എന്താ ഏട്ടാ ഇവിടെ ഓഫീസിൽ പോയില്ല? അല്ല, നീ എന്താ ഇവിടെ ക്ലാസ്സിൽ പോയില്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നു. ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നു പറഞ്ഞു, എന്നിട്ട് അവരെന്തി? അവര് 4 പേരും പുറകെ ഉണ്ട്, ഞങ്ങള് മുന്നേ നടന്നു പോന്നാ. ചോദിച്ചില്ല. അല്ല, പറഞ്ഞുന്നുള്ളൂ. അല്ല ഏട്ടാ, ഇതാരാ? ആ, ഇതെന്റെ ഓഫീസില്. ഞാൻ ഋതുവിന്റെ ഗേൾ ഫ്രണ്ടാ. ഹായ്, താങ്ക് യു ഡി മുത്തേ. ഹായ്, ഞാൻ ഋതുവിന്റെ ബോയ് ഫ്രണ്ടാ. ഹായ്. അല്ല ചേച്ചി, ഏട്ടന്റെ ആരാന്ന്? ഋതുവിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. ആ ഓക്കെ, പക്ഷെ ചേട്ടൻ പറ. നീ അവള് പറഞ്ഞ കേട്ടില്ലേ? ഇത് കല്ലു, എന്റെ ഗേൾ ഫ്രണ്ടാ. എന്താടത്? ഈശ്വര, എന്തിനായിരുന്നു എന്നോടിത്? എന്നാലും ഏട്ടാ. ഡിഡി നിർത്ത്, പ്രേമിക്കുന്ന അത്ര വലിയ കുറ്റമൊന്നല്ല. ആടവട്ടി, അതത്ര വലിയ കുറ്റമൊന്നുമല്ല. ഞാനെന്ന് പറഞ്ഞപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞേ? എന്റെ പൊന്നുറുത, നീ ഒന്നും മിണ്ടാതിരുന്ന എവിടെ വെച്ച് അടിയുണ്ടാക്കാനാ? പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോന്നാ ഇങ്ങനെ നിന്റെ കാരണത്താ തന്നത്? ഋതു എങ്ങനെ വന്നാലും സ്വന്തം ചേട്ടനല്ലേ, ഇങ്ങനൊന്നും പറയാതെ. എനിക്ക് പലതും പറയാൻ തോന്നുന്നുണ്ട്. നിങ്ങളിവിടെ നിക്കണോണ്ട, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പൂരപ്പാട്ട് നടത്തിയേനെ. ഋതു, നീ വായടച്ചേ. ഋതു, ഞാൻ നിന്നേക്കാ മൂത്താന്ന് ഓർക്കണം. മൂത്തതായിപ്പോയി, അല്ലെങ്കിൽ നല്ല പറഞ്ഞേനെ. എന്തേലും പറയടി പിശാശ, വായം പൊളിച്ചു നോക്കി കണ്ട്. കേട്ടോ, മോന്റെ കയ്യിലിരിപ്പിന്റെ അല്ലേ? ഈ ചേച്ചി ഇവിടെ നിക്കുന്നോണ്ടാ ഞാൻ ഒന്നും പറയാത്ത. നീ വീട്ടിട്ട് വാട്ടോടത്തണ്ടി. അല്ല, എന്താ പേര്? കല്യാണി. ഓ, ഞാൻ അർജുൻ. നൈസ് ടു മീറ്റ് യു. ഞാൻ ഋതികയുടെ ബോയ് ഫ്രണ്ടാ. അതാദ്യം പറഞ്ഞിരുന്നു. എന്താടി? ഏത് പെമ്പിള്ളേരെ കണ്ടാലും അതിന്റെ പുറകെ പോണം കേട്ടോ. ഏതെങ്കിലും ചെറുക്കന്മാരെ വിളിച്ച് കാണിച്ച് അങ്ങോട്ട് വായം പൊളിച്ച് നിക്കണം. എന്തു പാടാ, രണ്ടെണ്ണം ഒരേപോലെ? അല്ല, എത്ര നാളാ ഇതൊക്കെ തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് 1 കൊല്ലം ആവണം. 1 കൊല്ലമല്ലേ? എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. എന്ത് 1 കൊല്ലമായോ? അല്ല, നിനക്ക് ആരെ ഇഷ്ടമാണെന്ന്. നീ ഒന്ന് വരുന്നുണ്ടോ? അവരുടെ വഴിക്ക് വിട്. നീ എന്തിനീ കുത്തി ചോദിക്കാൻ നിൽക്കുന്ന? അന്നിങ്ങേര് നിന്നെ അടിച്ചപ്പോ അത് കൊണ്ടത് എനിക്കാ. കയ്യിലിരിപ്പിനനുസരിച്ച് കിട്ടുകയും ചെയ്യും. ഓ, അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾ രണ്ടുപേരും നാമം ജപിക്കായിരുന്നല്ലോ. അതെ, ഞാനൊരു ആങ്കൊച്ച. അന്നേരം ഇവനും ആങ്കൊച്ച തന്നെയായിരുന്നു. ആന്താടി ആയിരുന്നു എന്നൊക്കെ? എന്തിയേ, അല്ലായിരുന്നോ? അല്ല, ആയിരുന്നു, ഇപ്പോഴും ആണ്. നിങ്ങൾ പോവാൻ നോക്ക് പിള്ളേര്, ഇതിനാകെപ്പാടെ വട്ടളകി നിക്കുക. കല്ലു, എന്തടാ മിണ്ടാണ്ട് അവിടെ അടങ്ങിയിരുന്നോ? അല്ല, അങ്ങനെ പറയല്ലേന്ന് പറയായിരുന്നു. എടി, ഇത് ഋത്തിക്കേട്ടൻ തന്നെയാണോ? അവൻ ഇങ്ങനെ എടുത്തിട്ട് തന്നെയായിരുന്നു കിട്ടണ്ടേ. അല്ല, നിങ്ങളെന്താ ഇവിടെ കറങ്ങാൻ ഇറങ്ങിയതാ? അല്ല, അത് രണ്ടിനും വേറെ പണിയൊന്നുമില്ലല്ലോ. ഋതു. ഞാനൊന്നും പറയാറില്ല. എന്നാ നിനക്ക് കൊള്ളാം. ഞങ്ങളെല്ലാരും കൂടെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു വന്നാ. ആഹാ, എന്നിട്ട് ബോയ് ഫ്രണ്ട് ആയിട്ടാണോ കറങ്ങാൻ വന്നേക്കുന്നത്? അല്ല, ഓരോരുത്തരുണ്ട് പുറകെ. അവിടെ ഇവിടേക്ക് നിന്നേ പതിയെ വരത്തുള്ളൂ. വീട്ടിൽ പോകുമ്പോ എന്റെ കൂടെ വന്നോളണം. എന്റെ പൊന്നരുത്, നീ അവളൊന്ന് ശ്വാസം വിടാൻ സമ്മതിക്കൊന്ന് മിണ്ടാതിരിക്കുക. അവള് വീട്ടിൽ പൊക്കോളും. നീ എന്തിനാ കിടന്ന് ഒച്ച എടുക്കുന്നേ? അവള് പെങ്കൊച്ചല്ലേ, നേരത്തെ കാലത്ത് വീട്ടിൽ കയറിയില്ലേ, വീട്ടിൽ നിന്ന് അന്വേഷിക്കില്ലേ? അപ്പൊ എന്തേ എന്റെ വീട്ടിൽ അന്വേഷിക്കത്തൊന്നുമില്ലേ? നീ എന്റെ കൂടെ അല്ലേ, പിന്നെ പേടിക്കണേനായിട്ട് എന്താ? അതിന് അവള് അവന്റെ കൂടെ തന്നെയല്ലേ, നീ എന്റെ അച്ഛനൊന്നല്ലല്ലോ. എടി, അത് ശരിയാവില്ല.
എല്ലാം ശരിയാവും. നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നീ ഒന്ന് സമാധാനപ്പെടരുത്. രണ്ടുപേരും കൂടെ സംസാരിച്ച് അങ്ങോട്ട് പോയോ എന്തോ. ദോണ്ട നിക്കണ് രണ്ടുപേരോടെ. വേറെ ആരൊക്കെയാ കൂടെ? ഹായ്, ഞാൻ പോട്ടെ. ഇത് ഋത്തിക്ക് നിക്കണ്. എനിക്ക് വയ്യ. മോൻ ഋതുവിന്റെ കാര്യം അറിഞ്ഞ പിന്നെ പുള്ളിയോടെ മിണ്ടിയിട്ടില്ലല്ലോ അല്ലേ? ഇവനങ്ങന്റെ മുമ്പിൽ ചെന്നാ മതി, അങ്ങനെ ഒരു വാരി എറിയും. പക്ഷെ സാരല്ല, നീ പോരെ. ഋതു അർജുന എന്തായാലും അവിടെ നിൽക്കണ്ടല്ലോ, അപ്പൊ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹലോ, എന്താണ് എല്ലാരും കൂടെ ഇവിടെ? ഇതാരാ, പുതിയ ആളാ? അത് ഞാൻ പറയാം, ഇതെന്റെ പുന്നാര ചേട്ടന്റെ ഗേൾഫ്രണ്ടാ. ശരിക്കും? ഞാൻ തന്നെ. ഓ, അല്ല, എന്താ പേര്? കല്യാണി. ഓ, കല്യാണി. എന്റെ വകയിലൊരു കസിന്റെ പേര് ഇത് തന്നെ. ഓ, തന്റെ പേരെന്താ? ഓ, എന്റെ പേര് സിദ്ധാർത്ഥ്. പിന്നെ എന്താ ചെയ്യുന്നത്? കല്ലു. ഒന്നും മിണ്ടായിരിക്കടാ. അല്ല, ഞാൻ ഋതുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന. ഓ, അപ്പൊ അങ്ങനെയാണ്. അല്ല, എത്ര ഏജ് ഉണ്ട്? 25. ഓ, ശരി. ഞാൻ വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേരും സെയിം ഏജ് ആയിരിക്കും. ഋതുവിനേക്കാൾ 2 വയസ്സിന് ഇളയതാ. ഓ, അങ്ങനെ. സിദ്ധു, എന്തോ ദേവുട്ടി? നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അതെ അതെ, ഇനി പറഞ്ഞു നീട്ടി കൊണ്ടുപോവണ്ട. നിർത്തി, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഞങ്ങള് കുറച്ചുകൂടെ വേണമായിരുന്നു. അതെ, കുറച്ചുകൂടെ. കുറച്ചുകൂടെ ഇല്ല. കഷ്ടപ്പെട്ട് എവിടം വരെ എത്തിച്ചത്, ഇനിയില്ല. എന്തുവാ ഋത്തിക്കേട്ടാ, നിങ്ങളുടെ കഴിഞ്ഞപ്പത്തേന് വേറെ ആർക്കും വേണ്ടേ? ഞാൻ വരുന്നതിന് മുമ്പ് രണ്ടും വാരി വിരകിയതല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ മതി. അതെ, ഏട്ടൻ പറഞ്ഞാലും കാര്യമില്ലേ, പറഞ്ഞ് എനിക്ക് വാ കഴിച്ച്. എന്നാലും ഞാനിപ്പ വന്നല്ലേ ഉള്ളൂ. താൻ അവിടെ മിണ്ടാണ്ടിരുന്നു. താൻ വന്നത് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. അതിന് മാത്രം ഞാനിപ്പോ എന്തോ ചെയ്തേ? ഈ പുതിയ ആൾക്കാർ വരുമ്പോ ഉള്ളതാ, പലരുടെയും പലതും പോവും. എന്റെ വോയിസാ താനെടുത്ത്. പിന്നെ വേറെ എന്തോ ചെയ്യാനാ? എന്നെ ഊമയാക്കാൻ പറ്റുമോ? അതായിരുന്നു നല്ലത്. അതാണെങ്കിൽ പിന്നെ ഡയലോഗ് ഒന്നും പറയണ്ടല്ലോ, കൂടുതൽ എളുപ്പമായി കിട്ടുകയും ചെയ്യും. എന്നാ പിന്നെ താനെന്ത് ഊമാവാണ്ടിരുന്നേ? ആടി ഇനി ഞാൻ നീ വന്നൂന്നും പറഞ്ഞ് ഊമയാവാൻ നിക്കാം. എന്റെ പൊന്നാലിസ്, നീ ഒന്ന് നിർത്ത്. ഇനി ഇതീ പറഞ്ഞ് കൂടുതലാക്കണ്ട. ഇപ്പൊ തന്നെ മടുത്തെല്ലാവരും. പിന്നെ അവള് പറഞ്ഞു കേട്ടില്ല. 2-3 മിനിറ്റത്തേക്ക് അവൾക്ക് വരാൻ വേണ്ടിയിട്ട് അവൾക്ക് എന്നെ ഊമയാക്കണം. ഞാനൊക്കെ നിങ്ങളോട് അന്നേരെ പറഞ്ഞാലേ ഇവളെ കൊണ്ടുവരണ്ട, നമുക്ക് പണിയാവുന്നു. അവസാനം എന്റെ സൗണ്ടും പോയി, അവള് കേറുകയും ചെയ്തു. എടി, ഇപ്പൊ നിനക്ക് മാത്രല്ലല്ലോ, എല്ലാവരും ഷെയർ ചെയ്യുന്നില്ലേ വോയിസ്? അത് തന്നെ, ഞാനൊക്കെ തന്നെ എത്ര പേരായിട്ടാ. നീ ഇങ്ങനെ സെൽഫിഷ് ആവല്ലേ. ചിലപ്പോ ആദ്യമായിട്ട് കൊടുക്കുന്നോണ്ടായിരിക്കും. ഓ, കോപ്പ് ഇതുങ്ങളെ കൊണ്ട്. അല്ല പോട്ടെ, ഞാനൊരു കാര്യം പറയാൻ വന്ന. അല്ല വേണ്ട, അവൻ പറഞ്ഞോളൂ. ഹായ്, ഞാനിപ്പോ ഇവിടെ വരേണ്ട കാര്യമില്ല. എന്നാലും എല്ലാരോടും ഒരു താങ്ക് യു പറയാൻ വന്നതാണ്. അപ്പൊ എന്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ JK ടോപ്പിൽ വരുന്ന ഇനി ഒറ്റൊരെണ്ണം ഞാൻ ചെയ്യത്തില്ല. ഇതെങ്ങനെ പറയൂന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. കാരണം എനിക്കത് തീരെ ഇഷ്ടമല്ല JK ടോപ്പിൽ വരുന്നത്. അതൊന്ന് ചെയ്യാൻ പെട്ട പാട് എന്നെ കൊണ്ട് തന്നെ ഇത് കാണാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി പരിസരത്തേട്ടേ വരുന്നില്ല. ഇനി എന്നെ കാണുകയില്ല. അപ്പൊ എല്ലാവർക്കും എന്റെ ബൈ ബൈ ഫോർ എവർ. അവൻ ഇനി ഇല്ല എന്നതിന്റെ അർത്ഥം ഞാനും ഇല്ലാന്ന് കൂടെയാണ്. അതുകൊണ്ട് ഋത്തിക്കിന്റെ കഥ ഇവിടെ തീർന്നു. എന്റെ വന്ന സ്പോട്ടിൽ തന്നെ തിരിച്ചു പോകാൻ അവൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.